സമാധാനം അകലെയോ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഇന്നിപ്പോൾ പാക് പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. പാക് പ്രധാനമന്ത്രി നേരത്തെ സ്വീകരിച്ചത്, പ്രധാനമന്ത്രി ഇതുവരെയും വാതുറന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വാതുറക്കുന്നത് പാകിസ്ഥാനിൽ. അപ്പോൾ ആദ്യ പ്രതികരണം വന്നിരിക്കുന്നത് നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിന് തയ്യാറാണ് എന്നാണ്. ഇത് സൂചിപ്പിക്കുന്നത് സമാധാനം അടുത്താണോ അകലെയാണോ? സമാധാനം പല കാരണങ്ങളാൽ അകലെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പഹൽഗാമിൽ സംഭവിച്ചിട്ടുള്ള ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടല്ലോ, അത് വലിയൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇപ്പം വളരെ വലിയ രീതിയിലുള്ള ഭീകരാക്രമണങ്ങൾക്ക് ഇരയായിട്ടുള്ളൊരു രാജ്യമാണ് ഇന്ത്യ, അല്ലേ? 2005-ലും 2006-ലും 2008-ലും 2001 പാർലമെൻ്റ് അടക്കം പലതരത്തിലുള്ള ഭീകരാക്രമണങ്ങൾക്ക് ഇന്ത്യ വിധേയമായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു സാഹചര്യമാണ് പഹൽഗാമിലെ ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണത്? ഒന്നാമത്തെ കാര്യം, അത് ഇന്ത്യയിൽ ഒരു മതവിഭജനം ഉണ്ടാക്കാനുള്ള പ്ലോട്ടായിരുന്നു. ആ കാര്യത്തിൽ സംശയവുമില്ലല്ലോ. നോക്കൂ, ഹിന്ദുക്കളാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഹിന്ദുക്കളാണ് എന്ന് പറയുന്നവരെ വെടിവെച്ച് കൊല്ലുന്നു, മുസൽമാനാണെന്ന് പറയുന്ന ആളിനോട് കൽമ ചൊല്ലാൻ പറയുന്നു, അങ്ങനെ കൽമ ചൊല്ലുന്ന ആളിനെ വിട്ടുകളയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നേരത്തെയൊക്കെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ബോംബുകൾ കൊണ്ടുവന്ന് വിവിധ സ്ഥലങ്ങളിൽ പ്ലാൻ ചെയ്യും, അത് പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് സിഖുകാർ മരിക്കാം, ക്രിസ്ത്യാനികൾ മരിക്കാം, ഹിന്ദുക്കൾ മരിക്കാം, മുസ്ലിങ്ങൾ മരിക്കാം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് എത്തിയിട്ട് ആളുകളെ മതം ചോദിച്ച് വെടിവെച്ച് കൊല്ലുന്നു എന്ന് പറയുന്നൊരു വാർത്ത പ്രചരിക്കുന്നത് വഴി, അത്തരത്തിലൊരു വാർത്ത നിർമ്മിക്കുന്നത് വഴി പാകിസ്ഥാൻ എന്താണ് ലക്ഷ്യം വെച്ചത്? ഇൻറ്റേർണലി ഒരു ഡിവിഷൻ ഇന്ത്യയിൽ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായി. പെട്ടെന്നൊരു തിരിച്ചടിയിലേക്ക്, ഒരു യുദ്ധപ്രഖ്യാപനത്തിലേക്ക് ഇന്ത്യക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ പോയാൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? ഇന്ത്യയിലെ ഹിന്ദുക്കളെ കൊന്നു, അതിൻ്റെ പേരിൽ ഈ രാജ്യം പാകിസ്ഥാനെ ആക്രമിച്ചു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുക. ഇപ്പോൾ തന്നെ ഇൻ്റർനാഷണൽ മാധ്യമങ്ങൾ പറയുന്നത് എന്താണ്? ഹിന്ദു പീപ്പിൾ വെയർ കിൽഡ് ബൈ ടെററിസ്റ്റ് എന്നാണ് പറയുന്നത്. ഹിന്ദുക്കളായിട്ടുള്ള ടൂറിസ്റ്റുകളെ തിരഞ്ഞുപിടിച്ച് കൊന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു ക്രോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യവുമായി യുദ്ധത്തിലേക്ക് പോകാൻ ഇന്ത്യക്ക് തടസ്സങ്ങളുണ്ട്. ഇനി അങ്ങനെ യുദ്ധം പ്രഖ്യാപിച്ചാൽ എന്താ സംഭവിക്കുക? ആഭ്യന്തരമായി മറ്റൊരു പ്രതിസന്ധി രൂപപ്പെടും. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലൊരു ഏറ്റുമുട്ടലുണ്ടാകാനുള്ള സാഹചര്യം തള്ളിക്കളഞ്ഞുകൂടാ. കാരണം എന്താണ്? ഈ രാജ്യത്തെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത് ഈ മുസ്ലിങ്ങളാണ് എന്നൊരു പ്രചാരണം ആഭ്യന്തരമായി ഉണ്ടായാൽ അത് ഹിന്ദു മുസ്ലിം മൈത്രിയെ തകർക്കുമെന്ന് മാത്രമല്ല, ആഭ്യന്തരമായി വലിയ പ്രതിസന്ധിയിലേക്ക് രാജ്യം പോവുകയും ചെയ്യും. ഈ അർത്ഥത്തിൽ ഒരു ടു പ്രോങ്ഡ് സ്ട്രാറ്റജിയാണ് യഥാർത്ഥത്തിൽ ഈ പഹൽഗാമിലെ ടെററിസ്റ്റ് അറ്റാക്കിൽ പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചത് എന്നുള്ളത് കാണാം. ഇനി അതുമാത്രവുമല്ല, ഇപ്പോൾ ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ചെറുതല്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാൻ ഒരു ഡിസിൻറ്റഗ്രേറ്റിംഗ് നേഷനാണ്. അത് ഛിന്ന ഭിന്നമാകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. എന്താണ് പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രവിശ്യ ഓപ്പൺ വാറിലാണ് പാകിസ്ഥാനുമായിട്ട്. ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രവിശ്യ എന്ന് പറയുന്ന ഒരു ചെറിയ ടെറിട്ടറി അല്ല. പാകിസ്ഥാൻ്റെ ടോട്ടൽ ഏരിയയുടെ 44% എന്ന് പറയുന്നത് ബലൂചിസ്ഥാനാണ്. അങ്ങനെ ഒരു പ്രദേശം തന്നെ വിട്ടുപോകാൻ നിൽക്കുകയും വലിയ ആക്രമണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രെട്ടാണ്, ഒരു വലിയ ഭീഷണിയാണ്. അതൊരു ആഭ്യന്തര ഭീഷണിയാണ്. അതുപോലെ തന്നെയാണ് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ. അവിടെ വലിയ റിവോൾട്ടുകൾ നടക്കുന്നു, അവിടെ വലിയ റിബല്യൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ അവരും ഇസ്ലാമാബാദിനെ വെല്ലുവിളിക്കുന്ന, പാകിസ്ഥാൻ സേനയെ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഖൈബർ പങ്ക്തുവ എന്ന് പറയുന്ന പ്രദേശത്ത് പാകിസ്ഥാൻ താലിബാനും അഫ്ഗാനിസ്ഥാൻ താലിബാനും തമ്മിൽ കൈകോർത്തുകൊണ്ട് ആ പ്രദേശത്തിൻ്റെ അധികാരം അടക്കി ഭരിക്കുകയാണ്. ഈ രീതിയിലൊക്കെ ഇൻറ്റേർണലായ കോൺഫ്ലിക്റ്റുകളിലൂടെയാണ് ആ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഛിന്ന ഭിന്നമാകാവുന്ന ഒരു രാഷ്ട്രത്തെ ഒന്നിച്ച് നിർത്തണമെങ്കിൽ അവർക്ക് ഇന്ത്യക്കെതിരായിട്ടൊരു യുദ്ധം പ്രഖ്യാപിക്കേണ്ടതുണ്ട്, അഥവാ ഇന്ത്യ പാകിസ്ഥാനെതിരായിട്ടൊരു യുദ്ധം നടത്തേണ്ടതുണ്ട്. അങ്ങനെ പാകിസ്ഥാനെതിരായിട്ട് ഇന്ത്യ യുദ്ധം നടത്തിയാൽ ഒരു ദേശവികാരം ഉണ്ടാകും. ആ ദേശവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജനതയെ ഒന്നിപ്പിച്ച് നിർത്താമെന്ന് പാകിസ്ഥാൻ ആർമിയും പാകിസ്ഥാൻ ഭരണകൂടവും കരുതുന്നു. അത് ഇന്ത്യയുടെ ചെലവിൽ വേണ്ടെന്നാണ് ഇന്ത്യ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇന്ത്യ അങ്ങനെ ഒരു ഓപ്പൺ വാർ പാകിസ്ഥാനെതിരെ ഡിക്ലെയർ ചെയ്താൽ സ്വാഭാവികമായിട്ടും ആ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഒക്കെ മാറുകയും അത്തരത്തിലുള്ള ആഭ്യന്തര വൈരുദ്ധ്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇൻടാക്റ്റ് ആവുകയും പാകിസ്ഥാൻ്റെ ആഭ്യന്തര പ്രതിസന്ധികളെ അത് മറികടക്കുകയും ചെയ്യും. ഈ രീതിയിലൊക്കെ വലിയൊരു പ്രോജക്റ്റാണ് യഥാർത്ഥത്തിൽ പഹൽഗാമിൽ ഈ പറയുന്ന ടെററിസ്റ്റ് അറ്റാക്ക് നടത്തുമ്പോൾ പാകിസ്ഥാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനെ നന്നായി ഇന്ത്യ ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ സ്ട്രാറ്റജിക്കലായി, വളരെ സാവധാനത്തിലാണ് ഇന്ത്യ ഓരോ സ്റ്റെപ്സും മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഞാൻ ഇതിൽ കാണുന്ന ഈ സമാധാനം അകലെയാണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഏഷ്യയിലെ ജിയോ പൊളിറ്റിക്സിൽ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ പാകിസ്ഥാന് എന്താ പറയുക, പാകിസ്ഥാനിലെ സൈനിക നേതൃത്വമോ പാകിസ്ഥാൻ ഭരണകൂടമോ മൂഢന്മാരോ വിഡ്ഢികളോ ഒന്നും അല്ലല്ലോ. കാരണം ഇന്ത്യയെ പോലെ വളരെ ശക്തമായൊരു മിലിറ്ററി പവറിനോട് ഏറ്റുമുട്ടിയാൽ, ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചാൽ പാകിസ്ഥാന് കീഴടങ്ങേണ്ടി വരും. പാകിസ്ഥാൻ്റെ അനുഭവം അതാണല്ലോ. 1965-ലും 1971-ലും 1999-ലും 3 യുദ്ധങ്ങളിൽ നമ്മൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ മിലിറ്ററി മൈറ്റിനോട് എതിരിട്ട്
വിജയം കൈവരിക്കാം എന്നുള്ള വിശ്വാസമൊന്നും പാകിസ്ഥാനില്ല. പക്ഷേ പാകിസ്ഥാൻ ഈ അറ്റാക്കിന് തയ്യാറാകുന്നു. എന്തുകൊണ്ടാണ്? പാകിസ്ഥാൻ്റെ പിന്നിൽ അതിശക്തനായ ഒരു എതിരാളി കൂടിയുണ്ട്. അതാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു പിക്ക് എന്ന് പറയുന്നത്. അതായത് ബീഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഈ ടെററിസ്റ്റുകളെ മാത്രമല്ല അവസാനിപ്പിക്കുക, ടെററിസ്റ്റുകളെ ബാക്ക് ചെയ്യുന്ന ആളുകളെയും ഞങ്ങളുടെ ടാർഗറ്റാണ് എന്ന് പറയുന്നുണ്ട്. ആരാണ് ഈ ടെററിസ്റ്റുകളെ ബാക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത് ഒരു സംശയവും വേണ്ട കേട്ടോ, ചൈനയാണ്. ചൈനയും പാകിസ്ഥാനുമായി കഴിഞ്ഞ 10 വർഷത്തിനകത്തുണ്ടായിട്ടുള്ള വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ബന്ധമുണ്ട്. അതൊരു ചെറിയ ബന്ധമൊന്നുമല്ല. 2019 മുതൽ 2023 വരെയുള്ള 5 വർഷക്കാലം ചൈന 40 രാജ്യങ്ങളിലേക്കാണ് ആയുധങ്ങൾ കയറ്റി അയച്ചിട്ടുള്ളത്. ആയുധങ്ങൾ വിറ്റിട്ടുള്ളത് 40 രാജ്യങ്ങളിലേക്കാണ്. ആ 40 രാജ്യങ്ങളിലേക്ക് ആയുധം വിറ്റപ്പോൾ ആ വിറ്റ ആയുധങ്ങളുടെ 82%, 82% വിറ്റിരിക്കുന്ന ആർക്കാണെന്നറിയാവോ? പാകിസ്ഥാനാണ്. ബാക്കി 39 രാജ്യങ്ങൾക്ക് ആകെ കൊടുത്തിട്ടുള്ളത് 18%. 82% മിലിറ്ററി വെപ്പൺസ് ആണ് പാകിസ്ഥാൻ ചൈന കൈമാറിയിരിക്കുന്നത്. വലിയ സ്ട്രാറ്റജിക്കലായിട്ടുള്ള അലയൻസ് പാകിസ്ഥാനും ചൈനയും തമ്മിലുണ്ടായിരിക്കുന്നു. ഇതിപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു കാര്യമല്ല. അമേരിക്കൻ ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ടത് 1998-ലാണ്. 1998-ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തി എന്നുള്ളതാണ്. ആണവ പരീക്ഷണം ഇന്ത്യ പൊക്രാനിൽ നടത്തി 15 ദിവസത്തിനകം പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തി. എങ്ങനെയാണ് ആണവ പരീക്ഷണം നടത്താൻ പാകിസ്ഥാൻ കഴിഞ്ഞത്? അവർക്ക് അതിനുള്ള എഫിഷ്യൻ്റായ സയൻറ്റിസ്റ്റുകളില്ല, അവർക്ക് അതിൻ്റെ റോ മെറ്റീരിയൽസ് ഇല്ല. അതിൻ്റെ മുഴുവൻ ബ്ലൂ പ്രിൻറ്റും കൊടുത്തത്, അതിന് വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ കൊടുത്തത്, അതിനാവശ്യമായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളെ പ്രൊവൈഡ് ചെയ്ത് ചൈനയാണെന്നുള്ളത് വെളിപ്പെടുത്തിയത് അമേരിക്കയാണ്. എന്ന് മാത്രമല്ല, എന്തുകൊണ്ടാണ് ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ വളരെ ശക്തമായ റിലേഷൻഷിപ്പിലേക്ക് വന്നിരിക്കുന്നത്? കാരണം ഇപ്പോൾ പാകിസ്ഥാൻ അമേരിക്കയ്ക്കെതിരാണ്. അമേരിക്ക പഴയതുപോലെ പാകിസ്ഥാനെ ഇപ്പോൾ ആയുധപരമായി സഹായിക്കുന്നില്ല. അതിൻ്റെ കാര്യം എന്താ? അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാനെ ആവശ്യമില്ല. മുമ്പ് കോൾഡ് വാർ നടന്ന കാലഘട്ടത്തിൽ റഷ്യക്കെതിരായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ശീതയുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർ എന്നുള്ള നിലയ്ക്കാണ് പാകിസ്ഥാനെ അമേരിക്ക കൂടെ നിർത്തിയിരുന്നത്. ശീതയുദ്ധം അവസാനിച്ചു, അമേരിക്ക പിന്മാറി. അമേരിക്ക മാത്രമല്ല, വെസ്റ്റേൺ കൺട്രീസ് ആകെ പിന്മാറി. അവിടെ നിന്നൊരു ആയുധവും ഇവർക്ക് ഇപ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ടാണെന്നേ ഖ്വാജ ആസിഫ് കഴിഞ്ഞ ദിവസം വന്നിട്ട് സ്കൈ ന്യൂസിൽ പറയുന്നത് അമേരിക്കക്കാരാണ് ഞങ്ങളെ കൊണ്ട് ഈ പണിയെല്ലാം ചെയ്യിപ്പിച്ചതെന്ന്. ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ചൈനയുമായിട്ടുള്ള ഐക്യം കൊണ്ടാണെന്ന്. മാത്രവുമല്ല, ചൈനയുമായിട്ടുള്ളൊരു ധാരണയുടെ ഭാഗമായിട്ടൊരു വലിയ അപകടം ഇന്ത്യയുമായി ബന്ധപ്പെട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഈസ്റ്റേൺ ലഡാക്കിനടുത്തുള്ള പ്രദേശമാണ് ഈ ഷക്സ്ഗാം വാലി എന്ന് പറയുന്നത്. ഈ ഷക്സ്ഗാം വാലി എന്ന് പറയുന്നതിൻ്റെ പൊളിറ്റിക്കൽ കൺട്രോൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാനാണ്. പക്ഷേ അവിടെ ആ സ്ഥലം പൂർണ്ണമായും ചൈനയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ചൈനയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്? അവിടെ വലിയ പോസ്റ്റുകൾ ചൈന കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള വലിയ കൊടുക്കൽ വാങ്ങലാണ് ചൈനയും പാകിസ്ഥാനുമായിട്ടുള്ളത്. അത് തന്നെയാണ് പാകിസ്ഥാൻ്റെ ഒന്നാമത്തെ ശക്തി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ മിലിറ്ററി സപ്പോർട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയിൽ നിന്നാണ്. ഈ ചൈന കളിക്കുന്ന മറ്റൊരു കളി കൂടി ഞാൻ പറഞ്ഞു തരാം. ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള ടൈസ് മോശമായിട്ടുണ്ട്, ഡിപ്ലോമാറ്റിക് റിലേഷൻ മോശമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഷേഖ് ഹസീന കഴിഞ്ഞ വർഷം അവിടെ പുറത്താക്കപ്പെട്ടു. ഷേഖ് ഹസീനയ്ക്ക് അഭയം കൊടുത്തതാരാണ്? നമ്മളാണ് അഭയം കൊടുത്തത്. സ്വാഭാവികമായും പുതിയ സർക്കാർ ഇന്ത്യക്കെതിരാണ്. അപ്പോൾ ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ടുള്ള ടൈസ് വളരെ മോശമാകുന്നു, ഡിപ്ലോമാറ്റിക് റിലേഷൻ മോശമാകുന്നു എന്ന് കാണുന്ന ചൈന പെട്ടെന്ന് തന്നെ ബംഗ്ലാദേശുമായി ഒരു അലയൻസ് ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞു തരാം, 86% ഓഫ് ബംഗ്ലാദേശി വെപ്പൺ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ ചൈനയാണ്. ഇതെല്ലാം ഇൻ്റർനാഷണലി പുറത്തേക്ക് വന്നിരിക്കുന്ന കണക്കുകളാണ്. 86% ആയുധങ്ങളും ബംഗ്ലാദേശ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആയുധങ്ങളും ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് 2024 അവർ തമ്മിലൊരു ധാരണയിലെത്തുകയും ചെയ്തു, കരാറിലെത്തുകയും ചെയ്തു. ആ രീതിയിൽ ചൈന വലിയ രീതിയിൽ ഇന്ത്യക്കെതിരായിട്ട് ഇന്ത്യൻ അഡ്വേഴ്സറീസുമായിട്ട്, അതായത് പാകിസ്ഥാനുമായിട്ടും ബംഗ്ലാദേശുമായിട്ടും വലിയ രീതിയിലുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ആ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാകരമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പറയുന്ന പഹൽഗാം അറ്റാക്കിനെ നമ്മൾ ചെറുതായിട്ട് കാണണ്ട. കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഈ അറ്റാക്കുകളൊന്നുമില്ല. അത് വളരെ സമാധാനത്തോടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്നതിന് പിന്നിൽ ചൈനയുടെ ഒരു വലിയ പ്രവൃത്തിയുണ്ട് എന്നുള്ളതാണ്. അത് ഒരേ സമയം ഇന്ത്യക്കും അമേരിക്കയ്ക്കും എതിരെയാണ്. ചൈനയുടെ സ്ട്രാറ്റജി അതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പാകിസ്ഥാനുമായി ഒരു ഓപ്പൺ വാറിലേക്ക് പോയാൽ എന്താ സംഭവിക്കുക? ബംഗ്ലാദേശിൽ നിന്ന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചൈനീസ് അതിർത്തിയിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ രീതിയിലുള്ളൊരു പ്രശ്നം ഇപ്പോൾ ഈ ഏഷ്യയുടെ ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ അപകടമാണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇന്ത്യക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതായത് പാകിസ്ഥാനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ മാത്രമല്ല നമ്മുടെ സമാധാനത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, മറിച്ച് ഈ ജിയോ പൊളിറ്റിക്സ് ആണ്. അത് വളരെ ഗൗരവതരമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിനകത്ത് മൂന്നാമത്തെ ഒരു കളിക്കാരൻ കൂടി വന്നിട്ടുണ്ട്, ഒരു തേർഡ് പ്ലെയർ കൂടി ഉണ്ട്. അതാരാണെന്നറിയാമോ? ടർക്കിയാണ്. ടർക്കി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ടർക്കി ബംഗ്ലാദേശുമായിട്ടും പാകിസ്ഥാനുമായിട്ടും വലിയ ബന്ധമുണ്ടാക്കിയിരിക്കുന്നു. ടർക്കിയാണ് ഇന്ന് ലോക രാജ്യങ്ങളിൽ ഏറ്റവും മികച്ച യുദ്ധ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം. അവരുടെ യുദ്ധോപകരണങ്ങൾ ഈ ചൈന കൊടുത്തിട്ടുള്ള ഉപകരണങ്ങൾ പോലെയല്ല, ടെസ്റ്റഡ് ആൻഡ് പ്രൂവ്ഡ് ആണ്. എങ്ങനെയാണ് ടെസ്റ്റഡ് ആൻഡ് പ്രൂവ്ഡ് എന്ന് ഞാൻ പറയുന്നത്? അർമീനിയയും അസർബൈജാനും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ ഉപയോഗിച്ചത് ടർക്കിയുടെ ആയുധങ്ങളാണ്. ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്നത് ടർക്കിയുടെ ആയുധങ്ങളാണ്. ടർക്കി ഒരു പ്രോജക്റ്റ് പ്രഖ്യാപിച്ചു. എന്താണെന്നറിയാമോ? ഏഷ്യ ന്യൂ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട്, ഏഷ്യ എ ന്യൂ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ടർക്കിക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഈ ടർക്കിയുടെ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ടർക്കി പക്ഷേ ഏഷ്യയിൽ 2 രാജ്യങ്ങളുമായിട്ട് മാത്രമേ ആയുധ കച്ചവടത്തിന് തയ്യാറായിട്ടുള്ളൂ. ആ 2 രാജ്യങ്ങൾ
എന്ന് പറയുന്നത് പാകിസ്ഥാനും അതുപോലെ തന്നെ ബംഗ്ലാദേശുമാണ്. നമ്മൾ ആയുധം വാങ്ങിക്കാൻ ശ്രമിച്ചു, അപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? ഇന്ത്യക്ക് ബാൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇന്ത്യക്ക് ബാൻ ഉണ്ടെന്നുള്ളൊരു ഇൻ്റർനാഷണൽ ഫോറത്തിൽ വെച്ചിട്ടാണ് ടർക്കി ഡിക്ലെയർ ചെയ്യുന്നത് ആയുധം തരില്ല. എന്നിട്ട് ഈ പറയുന്ന ബംഗ്ലാദേശിനും കൊടുക്കുന്നു, പാകിസ്ഥാനും കൊടുക്കുന്നു. അവരുടെ ലക്ഷ്യം വേറൊന്നാണ്. എന്താണ്? ഇസ്ലാമിക് നേഷൻസിനെ യുണൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടർക്കിയുടെ ഒരു പ്രോജക്റ്റ്. ഞാൻ പറഞ്ഞു വരുന്നത്, പഹൽഗാമിലെ ഈ വിഷയത്തെ നമ്മൾ എത്ര ഗൗരവത്തോടുകൂടി കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ, പഹൽഗാമിലേക്ക് വളരെ പെട്ടെന്നൊരു അറ്റാക്ക് ആസൂത്രണം ചെയ്യുന്നതിന് പിന്നിൽ പാകിസ്ഥാനെ എന്താ പറയുക ധൈര്യം കൊടുക്കുന്നത് ചൈനയുമായിട്ടുള്ള പാകിസ്ഥാൻ്റെ ശക്തമായ ബന്ധവും അതേപോടൊപ്പം തന്നെ ടർക്കി നൽകുന്ന ആയുധങ്ങളും ഒക്കെയാണ്. ആ രീതിയിൽ ഒരു വലിയ സ്ട്രാറ്റജിക്കലായ മൂവ് ഏഷ്യയിൽ അതിൻ്റെ ജിയോ പൊളിറ്റിക്സിൽ വേറൊരു രീതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സമാധാനം അടുത്താണ് എന്ന് പറയാൻ കഴിയില്ല. ഇന്ത്യയും പാകിസ്ഥാനുമായി ഒരു പക്ഷേ ഈ LOCയിലെ ക്ലാഷുകളും അവിടുത്തെ സൈനിക അഭ്യാസങ്ങളും ഇപ്പോൾ ഈ പറയുന്ന നാവിക പ്രകടനങ്ങളും ഒക്കെ ആയിട്ട് കുറേ കാലം മുന്നോട്ട് പോകുമായിരിക്കും. പിന്നീട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പുകൾക്ക് സാധ്യതയുണ്ടാകാം. പക്ഷേ ഈ പറയുന്ന ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മാറിയ ഈ ഭൂമി ഈ ഭൗമരാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തന്ത്രപരമായി ഒന്നിക്കുന്ന അയൽ രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്ക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമല്ല. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ടെററിസം നടപ്പാക്കിയവർ മാത്രമല്ല, ഈ ടെററിസം നടപ്പാക്കിയ പാകിസ്ഥാൻ മാത്രമല്ല, അതിനു പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ശക്തികൾ കൂടിയാണ്. അവർക്കും ആൻസർ നൽകുമെന്ന് പറയുമ്പോൾ നോക്കൂ, സമാധാനം അത്ര എളുപ്പത്തിൽ നമുക്ക് കൈവരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഞാൻ പറയുന്നത് ജിയോ പൊളിറ്റിക്കലി സ്ട്രാറ്റജിക്കലി ഏഷ്യയിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു തരം സംഘം ചേരലുകൾ ഇന്ത്യക്കെതിരായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ ആശങ്കാജനകമായൊരു സാഹചര്യമായി തന്നെ വിലയിരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.